ഇന്ന് ഞങ്ങളുടെ അറിയാമോ നിങ്ങൾക്ക്? നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും 10ാം ക്ലാസ് +2 റിസൾട്ട്. എന്റെ മാത്രം പരീക്ഷ എക്സാം. നിങ്ങൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ മാത്രം ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും ഞാനാണ് ഏറ്റവും വലുത്. പക്ഷെ ഇപ്പൊ അറിയാം ആരാണ് ഏറ്റവും വലിയ പഠിപ്പിയാണെന്ന്. ഇപ്പൊ പിന്നെ തെളിവ് സഹിതം പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പൂർത്തിക്കാം. ഫസ്റ്റത്തെ നമ്മുടെ ആരാണ് ആ ഭാഗ്യവാൻ നമ്മൾ നിശ്ചയിക്കാൻ പോകുന്നു. എടുത്തു വെച്ചിട്ട് ആരെ ഫോട്ടോ ആഡ് ചെയ്യാത്തത്. ഞാൻ ഇതെല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയപ്പോ കറക്റ്റ് ആയിട്ട് അനന്തന്റെ ആദ്യം. ശരി ഫസ്റ്റ് അനന്തുവിന്റെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഇംഗ്ലീഷ് കൊമേഴ്സ് 5 സബ്ജക്റ്റിനുണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ കുറച്ച് മന്ദബുദ്ധിയുള്ള ഡോക്ടറായിരുന്നു. മന്ദബുദ്ധി ഡോക്ടർ. ഞാനും തിരിച്ചു പറയും മാർക്ക് മുമ്പിലിരിക്കുന്നത്. ഇംഗ്ലീഷ് എത്ര? 7.5. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് എല്ലാം ഉള്ള പിന്നെ +2 ആവും. അപ്പൊ ഗൈസ് അനന്തോച്ചാന്റെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് ആണ് ആദ്യം. അനന്തോച്ചാന് 2 A1-ഉം 3 B1-ഉം. CBSE ഗ്യാങ്. ഞാൻ 6ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റേറ്റിലോട്ട് ചാടി. +2 വരെ CBSE പഠിച്ച് മാസ്റ്റർ കാണിച്ച CBSE പഠിച്ച് പാസ്സാവെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വരെ അത്ര ഈസിയുള്ള കാര്യമല്ല. അറിയാം നിങ്ങൾക്ക്? അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു 200ഓളം പേര് പറഞ്ഞിട്ടുണ്ട് CBSE ഭയങ്കര പാടാണ്. CBSE പാടുന്നല്ല, CBSEയുടെ മാർക്കിംഗ് വാല്യുവേഷൻ ആണ് പാട്. സെയിം സംഭവമാണ് രണ്ടുപേരും പഠിക്കുന്നത്. പക്ഷേ അതിന്റെ 10ന് മാർക്ക് പറ. 8.5 മാർക്ക് പറ. മാർക്ക് ഉണ്ടാവുമല്ലോ. ക്ലാസ് 11 ഉണ്ട്, ക്ലാസ് 12 ഉണ്ട്. ക്ലാസ് 11 CBSE ബോയിനെ അറിഞ്ഞൂടാ. ചുമ്മാ പഠിച്ച പോളില്ലല്ലോ ഇപ്പൊ. നീ കിരമണി വിളിച്ച പോണ. അനന്തുവിന്റെ ആദ്യത്തെ ഇംഗ്ലീഷിന് ഏത്? 3 ഓരോ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിന് ആദ്യം ഇംഗ്ലീഷിന് B, സെക്കൻഡ് ലാംഗ്വേജ് ലാറ്റിൻ എടുത്തു, അതിന് B+. അടുത്ത് ഫിസിക്സിന് C+, കെമിസ്ട്രിക്ക് B, കമ്പ്യൂട്ടർ സയൻസിന് C+, മാത്സിന് C+. ഒരു B+, 2 B, 3 C+. ഈ ന്യൂസ് കേട്ടപ്പോ എന്റെ സന്തോഷം എന്തായിരുന്നു ജയിച്ചെന്ന് പറഞ്ഞു. എവിടെയോ ഒരു 7 മാർക്ക് കിടക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് ഇയർ 7 മാർക്ക്. തിയറിക്ക് 7 മാർക്ക്. ശരി വിട്. അടുത്ത ആരാ നോക്കട്ടെ? അഷ്ന ബെർണാഡ് ഓൺ സ്റ്റേജ്. പട്ടി ഷോ ഇറക്കി ഇവിടെ കിടന്നു. ഒരു പട്ടി ഷോ ഇല്ല. 10+ ഗ്യാങ്. എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നു. കഴിവുള്ള കുട്ടിയായിരുന്നു, പഠിക്കുന്ന കുട്ടി. എന്തോ കഴിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിവേറെ പോയി. എനിക്ക് 3 A+, 3 A. എന്തടി നല്ല മാർക്കല്ലേ? 3 A+, 3 A. മുദ്രപത്രം വന്നോ? എന്റെ പേപ്പർ ക്വാളിറ്റി ഉണ്ടോ? അഷ്ന 10ാം ക്ലാസ് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താണ് പഠിച്ചത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ആ സമയത്ത് നീ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് ജിത്തന്റെ കാര്യം അറിയത്തില്ല, പക്ഷേ അഷ്നേച്ചി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത്. അഷ്ന ഇത് ഫുൾ A+ ഇവ വാറിൽ കിടന്നവിടെ. ഇവ എൻട്രൻസ് കോച്ചിങ്ങിന് ഓടിക്കൊണ്ടിരുന്നു. ഓട്ടം പോയി. കമ്പ്യൂട്ടർ സയൻസിന് എത്ര മാർക്ക്? പപ്പ എടുത്ത് വിട്ട് പപ്പ ഷൂ എടുത്ത് ഓരേറി. എനിക്ക് 10ാം ക്ലാസ്സിൽ 3 A1, 2 A2. മാത്സിനും സയൻസിനുമാണ് എനിക്ക് ഏറ്റവും ബാക്കിയെല്ലാം 3 A1 ആയിരുന്നു. CBSE ഏറ്റവും പറഞ്ഞ A+ ആണ് A1. പക്ഷെ ഭയങ്കര ഇതായിരുന്നു. +2ന് എനിക്ക് 1, 2, 3, 4 A1, 2 A2, 2 B1.
ഇഷ്ടംപോലെ സബ്ജക്ട്സ്, ജനറൽ നോളജ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഒരു സബ്ജക്ട് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ജനറൽ സ്റ്റഡീസ്, പിന്നെ വർക്ക് എക്സ്പീരിയൻസ്. എടാ നിങ്ങളുടെ ബാക്കി കെമിസ്ട്രിക്ക് 95-100 ആലോചിക്കും മാസ്, ഇംഗ്ലീഷിന് 98 മാസ്. ബാക്കി നമ്മൾ നോക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് മല പറയാനുണ്ടോ? മാറ്റി എന്നാ അടുത്ത ആളെ പേരെപ്പോഴാണ് ഞാനിവരെ അറിയില്ല. അത് അറിയാത്തല്ല, കാലങ്ങൾ കടന്നുകൊണ്ട് പറഞ്ഞു. C- എനിക്ക് തമ്പി നീ തോക്കിയത് ഫോട്ടോ കള്ളനെ പോലെ ഇരിക്കണ്. ഉണ്ടാവുന്നില്ല. 1 2 A+, 1 2 3 4 5 A, 1 2 3 B+, 1 2 3 4 F. പക്ഷെ 10ാം ക്ലാസ്സിൽ ഞാൻ നന്നായിട്ട് പഠിക്കാതെയാണ് പോയത്. ഡാൻസ് 10ാം ക്ലാസ് നന്നായിട്ട് പഠിക്കാതെ പോയിട്ടാണ് ഇത് മാർക്ക്. അപ്പൊ +2 നന്നായിട്ട് പഠിച്ചിട്ട് പോയി. എത്ര മാർക്ക് നോക്കട്ടെ? +1 ഞാൻ സൂപ്പറായിട്ട് പഠിച്ചു. +1 ഞാൻ നന്നായിട്ട് പഠിച്ച് +2 ഞാൻ ഒന്നും പഠിച്ചില്ല. ശരി, +2 മാർക്ക് മാത്രം പറ കേക്കട്ടെ. ഓക്കെ, +2 മാർക്ക് മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. കൗണ്ട് മാത്രം പറഞ്ഞുതരാം. നമ്പർ 100 27 64 15. എനിക്കില്ലേ മൊത്തത്തിൽ എനിക്ക് കൺഫ്യൂഷൻ, എനിക്ക് കിട്ടുന്നില്ല. നീ വായിക്കി ബേസിക് മാർക്ക് പറഞ്ഞുതരാം. ഞങ്ങൾ എഴുതിയല്ലേ ചേച്ചി, നോക്കിയാ ചേച്ചി. ഞങ്ങൾ നിന്നെ പോലെ പൈസ കൊടുത്തു. എഴുതാനല്ലേ അറിയാം, വായിക്കാൻ അറിയാം. ഡാൻസാന് 1 ഒരു A+. ഏത് A+? മലയാളത്തിന് A+. അടുത്ത് ഇംഗ്ലീഷിനും ബയോളജിക്കും A only. അടുത്ത് ഫിസിക്സിനും കെമിസ്ട്രിക്ക് B+, മാത്സിനും B+. മാത്സ് ഭയങ്കര പുലിയായിരുന്നു. എടാ എനിക്ക് A+ ഉണ്ടായിരുന്നു +1. അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ കിട്ടിയത്. നീ +2 മാർക്ക് നോക്കിയാൽ ഒന്നുമില്ല അതിനകത്ത്. എല്ലാം എടുത്തത്. പക്ഷെ ഫിസിക്സ് B only. മാർക്ക് പറ. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് മാർക്ക്, അതൊക്കെ ലോസ്റ്റ് മാർക്ക് എല്ലാം പറയണേ. ഇനി എന്റെ കഴിഞ്ഞില്ല. ഇതായി ഈ തുറയിലുള്ള പെണ്ണ് വേറെ ആളെ പേര്. 10ാം ക്ലാസ്സില് പക്ഷെ ഞാൻ 10ാം ക്ലാസ്സിൽ ആട് ചെയ്തതുണ്ട്. കുറച്ച് വലുതായിട്ടൊന്നുമില്ല. ട്യൂഷനൊക്കെ ആ സമയത്ത് ട്യൂഷനൊക്കെ പോയി പഠിച്ച് A+ കിട്ടി. എങ്ങനെയാന്ന് എനിക്കറിഞ്ഞൂടാ, കിട്ടി എന്തോ ഒരു ഭാഗ്യത്തിന്. അതിനുശേഷം ഞാൻ നല്ലപോലെ ഉഴപ്പി. +1 ഉഴപ്പി, +2 ഉഴപ്പി. പഠിക്കാൻ എവിടെയോ ഒഴിച്ച് എവിടെയോ കഷ്ടപ്പെടും. എനിക്ക് ഒട്ടും മാർക്കില്ലായിരുന്നു +2. എന്തിനു പഠിക്കാൻ പറ്റില്ല? എനിക്ക് അറിഞ്ഞൂടാ. 2 B+, 3 B, ഒരു C+. മാത്സ് നിനക്ക് ഡാൻസ് ഉള്ള വീട്ടിൽ നിനക്ക് എങ്ങനെ C+? കഴിവില്ല. എനിക്ക് പഠിക്കാൻ കഴിവില്ല. എനിക്ക് ഇഷ്ടമല്ല A+ ഇല്ലാത്തവരെ. അതെ, എനിക്ക് ഇഷ്ടമല്ല. എന്താ ഇല്ല, ജോഷോട് അബിന്റെ അവസാനം ഇവന്റെ ആവശ്യമില്ല. ജോഷോന്റെ തോറ്റ ഗ്യാങ്. ജോഷോന്റെ എടുക്ക. 1 2 3 4 5 6 A+ ജോഷോയ്ക്ക്. 2 A, ഒരു B+, ഒരു C+. സോഷ്യൽ ഇഷ്ടമില്ലേ? എനിക്ക് സോഷ്യലാണ് ഇഷ്ടം. എനിക്ക് സോഷ്യൽ 99 വെച്ചു. +2 ജോഷോന്റെത് നല്ല മാർക്ക്. 5 A, ഒരു A+. മാത്സിനാണ് അവൻ A+. അച്ഛന് മാത്സിന് A+, ബാക്കി എല്ലാത്തിനും ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോഴേ പറയണം കേട്ടോ. മലയാളത്തിൽ അവൻ തോറ്റാലും ആ മാത്സിന് 100 മാർക്ക് എടുക്കും. അവന് 100 മാർക്ക് ഉണ്ട്. അതിന് പകരം ഡാൻസ് ചെയ്ത് രണ്ടിനും നോക്കുന്നുണ്ട്. ഇപ്പോൾ ബികോം പഠിക്കുന്ന എന്തോ പഠിക്കുന്നേ? അവൻ എന്തിനാ പഠിക്കുന്നത്? ബികോം ഫിനാൻസിനാ പഠിക്കുന്നത്. ജി ഒക്കെ ഉണ്ടായിരുന്നു. W for winner. 2 A+. പറയുന്നു എനിക്കെന്ത് ഞാൻ എല്ലാവരും സൈലന്റ് ആയിരിക്കും കേട്ടോ. ഞാൻ 10ാം ക്ലാസ് വരെ ഒരു തല്ലിപ്പൊളി ചെക്കനായിരുന്നു. കോളനിയായി എന്റെ ആര് +1 തോറ്റവനായിരുന്നു. ഓ, എനിക്ക് ഓർമ്മ ഉണ്ട്. എന്തോ സേ പരീക്ഷ എഴുതാൻ പോയി. അപ്പൊ ഡാൻസ് കൊണ്ട് എഴുതാൻ
ഞാൻ 10ാം ക്ലാസ് വരെ പഠിക്കത്തില്ല. ഒരു തള്ളിപ്പൊളി ചെക്കനായിരുന്നു. 2 A+, 4 A, വായിക്കറിഞ്ഞൂടാ 4 ആയിരുന്നു ബാക്കി ഒരു B+, ഒരു C+, ഒരു C. ഇല്ല D ഇല്ല. ഇതാണ് എന്റെ 10ാം ക്ലാസ് റിസൾട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ പേടിച്ച് ഞാൻ +1 പഠിച്ചു ഗൈസ്. ടെർമിനേഷൻ +2 റിസൾട്ട് കോളേജിൽ ഇപ്പൊ മനഃപൂർവ്വം +1 എടുത്തിട്ടുണ്ടാ. അവൻ കോളേജ് പഠിക്കുന്ന കോളേജിൽ കൊടുക്കണം അതൊക്കെ. മലയാളത്തിന് 100ന് 84 A+. ബിസിനസ് സ്റ്റഡീസ് 100ന് 88. അക്കൗണ്ടൻസി 53. 89. എക്കണോമിക്സ് 100ന് 96. എക്കണോമിക്സ് സ്പെല്ലിംഗ് പറ. 86% ഉണ്ടായിരുന്നു. അവൻ എത്ര നിങ്ങൾ പറ. അപ്പൊ ഇതെല്ലാരും മാർക്ക് അറിയാലോ. ഇതിൽ ആരാണ് ഏറ്റവും +1ലും +1 10ലും +2ലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ആരാണ്? പറ. ആര്? അഷ്ന. അതുകൊണ്ട് ഞാൻ റിസൾട്ട് പോസ്റ്റ് ചെയ്യുന്ന പേടിച്ചാണ് +1 ഇത്ര മാർക്ക്. എന്നിട്ട് +2ല് നല്ല മാർക്ക് ഉണ്ട്. 82% ഉണ്ടായിരുന്നു. 82% +2 ഉണ്ടായിരുന്നു. 86% +1 ഉണ്ടായിരുന്നു. അതെങ്ങനെ രണ്ടും കൂട്ടാൻ പറ്റി? 160. അടുത്ത വാവയുടെ LKG റിസൾട്ട് പറ. തോറ്റ് വേണം ജയിക്കാൻ. തോറ്റ് ജയിക്കണം. തോക്കിയാണെങ്കിലും നീ അടുത്ത വെച്ചാലുള്ള കൂട്ടുവിട്. ഏത് മൂന്നെണ്ണം പോയി? ഫിസിക്സ്, കെമിസ്ട്രി. ഇത് മൂന്നെണ്ണം ഉണ്ട്. ഫിസിക്സ്, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പൊട്ടി. ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്. മെയിൻ സബ്ജക്ട് 3 പൊട്ടി. ഇംഗ്ലീഷ്, ലാറ്റിൻ, പിന്നെ എന്തിനാ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. പഠിക്കുന്നത് BBA ഏവിയേഷൻ. പഠിക്കുന്ന BA ടൂറിസം. കേരളോട്ട് കുറച്ച്. എന്റെ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. മാർക്ക് ഞാൻ റിവീൽ ചെയ്യത്തില്ല. ജസ്റ്റ് പാസ്. എനിക്ക് ഡെയിലി മെസ്സേജാ, ചേട്ടനെ പോലെ എങ്ങനെ ആവണം. നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് കുറയ്ക്കണം. ഇത്രയും ചോറുന്ന ടെൻഷൻ പോലെ എനിക്ക് കണ്ണാടി വേണം. എനിക്കിപ്പോ കണ്ണാടി വേണം. ഇനി പറ എങ്ങനെയാവാം. ഓക്കെ, അതായത് എനിക്ക് എങ്ങനെ ഈ ജോലി കിട്ടി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ആരും എനിക്ക് മെസ്സേജ് അയക്കരുത്. ഓക്കെ, ഞാൻ റിപ്ലൈ തരത്തില്ല. നിങ്ങൾക്ക് എന്നെ പോലെ ഒരു കൊച്ചപ്പൻ വേണം. അത് നിങ്ങൾ നിലവിൽ ഹാർഡ് വർക്കിംഗ് എന്നെ പോലെ ഒരു കൊച്ചപ്പൻ വേണം. ആ കൊച്ചപ്പൻ നിങ്ങളെ അവിടെ കൊണ്ടുപോയി വിട്ട് എല്ലാം പഠിപ്പിക്കണം. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൊച്ചപ്പൻ നിങ്ങളെ ബാക്കപ്പ് ചെയ്യണം. പിന്നെ എല്ലാം നിങ്ങളുടെ കഴിവിനനുസരിച്ച് അങ്ങനെ ക്യാരി പോയിക്കൊണ്ടിരിക്കണം. ഒരു കൊച്ചപ്പൻ മാത്രം ഉണ്ടായിട്ട് കാര്യമല്ലോ. വർക്ക് ചെയ്തോണ്ടാണല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഡോൾസി ആൻഡ് ഗബാന. ഇല്ലെങ്കിൽ ഇവിടെ ചാലന്ന് 500 രൂപയുടെ സാധനം ഫ്ലൈറ്റ് ഓടിക്കാൻ പഠിച്ച ഇഞ്ചക്ഷൻ കുത്താൻ പഠിച്ചാടാ. ഞാൻ അശ്നെ ഇപ്പൊ ജോർജിയയിൽ എന്താണ് പഠിക്കുന്നത്? യൂട്യൂബ്. മറന്നു. മെഡിസിനാണ് പഠിക്കുന്നത് ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും. ഞാൻ ഡിസൈനിങ് പഠിക്കുന്നത്, ബാച്ചലർ ഓഫ് ഡിസൈനിങ്. എനിക്ക് വരയ്ക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഗൈസ്. കഴിവനുസരിച്ചാണ് ഞാൻ അതിലോട്ട് പോയത്. കഴിവേറിയാണ് ഞാൻ. ഇത് എല്ലാരും ഞങ്ങളുടെ റിസൾട്ട് അറിയണം എന്ന് പറഞ്ഞ് ചോദിച്ചത് കൊണ്ട് മാത്രം ഇട്ടൊരു വീഡിയോ ആണ്. നമ്മുടെ ചാനൽ അശ്നയുടെ ആനിയുടെ റിസൾട്ട് മാത്രമേ റിവീൽ ചെയ്തിട്ടുള്ളൂ. ഇല്ലേ? വേറെ എന്റെ +2 റിവീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞത് നീ നന്നായിട്ട് പഠിച്ചതുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലായി. അപ്പൊ നീ പഠിക്കുന്നതുകൊണ്ട് എല്ലാരും വിചാരിക്കും ചാനൽ മാത്രമല്ല. ഇല്ലെങ്കിൽ എല്ലാവരും അടുത്തൊരു പോലെ മാർക്ക് വെച്ചിരുന്നെങ്കിൽ എല്ലാവരും ഇവിടെ ചൊറിയുമ്പോഴത്തിരിക്കുന്നു. ഞാൻ ഫോട്ടോ കണ്ണാടി ഞാൻ ഡാൻസ് അതിനെ പോലെ ഇത് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ 2 ഡോക്ടേഴ്സ് അല്ല അച്ഛാ, നമ്മള് മുന്നേ ഞാൻ ഹലോ എനിക്ക് പ്രതീക്ഷ അവളാണ്. നമ്മൾ മുന്നേ എന്തായിരുന്നെന്ന് നമ്മൾ ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്താകാൻ പറ്റും, അതിലാണ് കാര്യം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അടിച്ചു. ബൈ. ഇന്ന് രാത്രി അവന്റെ ക്ലാസ് കിടന്ന് പോയ കണ്ടില്ല.
സിമ്പിൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രം കളിച്ചാൽ ഡെയിലി പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് കളിച്ചോ.